എന്നും രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ്. നമ്മുടെ ഈ മുഖത്തുണ്ടല്ലോ, ആ ഒരു അമ്പലത്തിൽ പോയിട്ട് തൊടുന്ന ചന്ദനക്കുറിയും ഒക്കെ ആകുമ്പോൾ കിട്ടുന്ന മുഖത്തിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഐശ്വര്യമാണ്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ ചന്ദനം നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കി ചെന്ന് ഫാഷനായിട്ട് ഇടുന്ന ഒരു ഐശ്വര്യമല്ല. നമ്മൾ അമ്പലത്തിൽ ചെന്ന് കണ്ണാടി നോക്കാണ്ട് വലിച്ചു വാരി പൂശുന്ന ആ ഒരു ചന്ദനക്കുറി തൊടുമ്പോൾ ഒരു വല്ലാത്ത മുഖ ഐശ്വര്യമാണ് അല്ലേ. ഞാൻ പണ്ട് എപ്പോഴും ചന്ദനം തൊടുമായിരുന്നേ. ഇപ്പോഴും ഞാനങ്ങനെ ചന്ദനം തൊടാറൊന്നുമില്ല. അപ്പോൾ അഥവാ ചന്ദനം തൊട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, വീട്ടിൽ നിന്നിട്ട് ചന്ദനം തൊട്ട് പോവുകയാണെങ്കിൽ കണ്ണാടി നോക്കാണ്ടേ തൊടത്തുള്ളൂ. ആ കണ്ണാടി നോക്കാണ്ട് തൊടുന്നതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഈ കണ്ണാടി നോക്കി ഡിസൈനൊക്കെ നോക്കി അളന്ന് തൂക്കിയൊക്കെ വരച്ച് ചന്ദനക്കുറി ഇടുന്നതിൻ്റെ ഭംഗി നമ്മൾ കണ്ണാടി നോക്കാണ്ടിട്ടാലേ കിട്ടത്തുള്ളൂ. അത് വേറെ കാര്യം. എന്തായാലും അമ്പലത്തിലൊക്കെ കയറിയതല്ലേ, അമ്പലത്തിൽ പോയാൽ ഒരു ചായയും വടയൊക്കെ കഴിച്ചില്ലെങ്കിൽ എന്താ ഒരു സുഖമല്ലേ. ഞാൻ ആലോചിക്കാമായിരുന്നേ, ഇഷ്ടംപോലെ ആഹാരം കഴിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ എത്രത്തോളം ആഹാരം കഴിക്കുന്നോ അത്രത്തോളം വണ്ണം വയ്ക്കും. അത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലോ, കഴിക്കാണ്ടിരുന്നാൽ വണ്ണം വയ്ക്കും, കഴിച്ചുകൊണ്ടിരുന്നാൽ വണ്ണം കുറയും. എന്തായിരുന്നു അല്ലേ. എനിക്ക് മനുഷ്യർ ലോകം വെച്ചിരിക്കുമായിരുന്നോ. എൻ്റെ അമ്മ, ഈ ലോകത്ത് പിന്നെ കടകളുടെ ബഹളമായിരിക്കും, തീറ്റക്കാരുടെ ബഹളമായിരിക്കും അല്ലേ. എനിക്ക് വയ്യ. നമ്മുടെ വസ്ത്രയിലെ ഒരു കോട്ട് സെറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം എടുത്താൽ ഏറ്റവും കൂടുതൽ പോകുന്ന സൈസ് XL, XXL, ലാർജ്. സ്മോളും മീഡിയം ഒന്നും ആർക്കും വേണ്ട. സ്മോള് എപ്പോഴെടുത്താലും ആ സ്മോൾ സൈസ് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തർ അങ്ങ് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് വണ്ണം ഒരു പ്രശ്നമേ ഇല്ല. എല്ലാവരും വണ്ണത്തിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ വണ്ണം വയ്ക്കത്തുള്ളൂ. ഇനി ആര് ചുമ്മാ ഇരുന്നാലും ഞാനും പറയും, വെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്ന ശരീരപ്രകൃതമാണ് എന്ന് പറയുമെങ്കിലും ഒരു പരിധി വരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടിയാട്ടോ. ഞാനൊക്കെ പിന്നെ കുറച്ച് കഴിച്ചാലും മതി, നന്നായിട്ട് വണ്ണം വയ്ക്കുക, അത് വേറെ കാര്യം. പക്ഷേ കുറച്ചല്ലല്ലോ കഴിക്കുന്നത്, അതാണ് അതിൻ്റെ സത്യം.